നിയോഗത്തോടെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കത്തക്കവണ്ണം ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്ത് ചലിച്ചു തുടങ്ങുകയാണ്. എവിടെ തീരുമെന്ന് പറഞ്ഞോ, എവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞോ, എവിടെ നീ അവൻ നിൽക്കുമെന്ന് പറഞ്ഞോ, ഇവിടെ എൻഡാണെന്ന് പറയുമ്പോ ആ എൻഡിൽ നിന്നും ഒരു വലിയ പുറപ്പാടിലേക്ക്, ഒരു വലിയ നിയോഗത്തിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ കൈപിടിച്ചിറക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ അവൻ പൊക്കിയെടുക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ തട്ടി ഉണർത്തുന്ന രാത്രി എന്ന് പറഞ്ഞാൽ, അതിനെ സ്വീകരിക്കുന്നവർ ചേർന്ന ആ ആധാരങ്ങളെ തുറന്നൽപ്പ സമയം ദൈവാത്മാവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരസാധാരണ ദൈവിക മഹത്വം, ഒരസാധാരണ ദൈവിക ഇടപെടൽ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. ഇന്ന് രാത്രി സംഭവിച്ചു തുടങ്ങുകയാണ്. ഇത് നിയോഗത്തിന്റെ രാത്രിയാണ്. ഒറ്റവാക്യം മാത്രം വായിച്ച് വേഗത്തിൽ ദൂതിലേക്ക് കിടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആമേൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കണം. ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് ഇടപെടണം. ഈ വചനത്തിലൂടെ ദൈവാത്മാവിന്റെ ദൂതുകൾ ആമേൻ ആമേൻ ഇവിടെ ആയിരിക്കുന്ന ആമേൻ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ ചരിക്കുന്ന രാത്രിയാക്കി ഈ രാത്രി ദൈവാത്മാവ് മാറ്റേണ്ടതിന് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചു. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി കടന്നു വരികയാണ്. അപ്പൊ ആമേൻ, ഏതാത്മാവിനാൽ ഈ തിരുവചനം എഴുതിയോ അതേ ആത്മാവ് ആമേൻ ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കും. കർത്താവ്, ഇന്ന് രാത്രി ഈ ബൈബിൾ കൺവെൻഷന്റെ 1-ാം ദിനത്തിൽ തന്നെ, ഈ പ്രഥമ രാത്രിയിൽ തന്നെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളി വന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കണം. ഈ വചനത്തിലൂടെ ആത്മീയ ദൂതുകൾ കൈമാറത്തക്കവണ്ണം കർത്താവ് ഈ അടിയനെയും കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിനകത്ത് ഈ മീറ്റിംഗിന്റെ അകത്ത് വന്നു കയറി എല്ലാവരുടെ മേലും അസാധാരണ ദൈവിക മഹത്വം ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവ് അങ്ങനെ ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാവോ? ആമേൻ ആമേൻ. കർത്താവ് ഇന്ന് രാത്രി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. ആ വാക്യം ഇങ്ങനെയാണ്: നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ആമേൻ ആമേൻ. എബ്രായ ലേഖനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ എഴുതിയ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും അതിനകത്തൊരു തർക്കമുണ്ട്. പല വേദപണ്ഡിതന്മാരും അതിനകത്തൊരു തർക്കം പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം പൗലോസ് എഴുതിയതല്ല എന്നുള്ള ചില നിഗമനങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, പഴയ ഈ ബൈബിളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം എന്ന ഒരു ഹെഡിങ് ഇല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ വേർഷന്റെ അകത്തൊക്കെ അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെട്ട ലേഖനമെന്ന് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇത് അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഒരു ലേഖനം തന്നെയാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. കാരണം ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് ഒത്തിരി അറിവുള്ളവർ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിനകത്ത് കൂടുതൽ പറയുന്നത്. ആ ന്യായപ്രമാണത്തെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാളായിരിക്കണം ഈ ലേഖനം എഴുതപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രത്യേകത ഗമാലിയേലിന്റെ കാൽപാദത്തിങ്കൽ ഇരുന്ന ന്യായപ്രമാണത്തെ വളരെ നന്നായി പഠിച്ചപഗ്രഥിച്ച ഒരു മനുഷ്യരാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയിരുന്നത്. ഈ ലേഖനത്തിന്റെ പ്രത്യേകത, ഒന്നിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൂതലേക്ക് വരാം കേട്ടോ. ഈ ലേഖനത്തിന്റെ പ്രത്യേകത, ഈ യഹൂദ മതത്തിന്റെ അകത്തുള്ള ക്രിസ്ത്യാനികൾക്ക് യഹൂദരാൽ നേരിട്ട പീഡയും റോമൻ ഗവൺമെന്റിനാൽ നേരിട്ട പീഡയും മൂലം അവർ ഭയങ്കരമായിട്ട് പ്രതിസന്ധി ഉണ്ടായി. അവരുടെ ലൈഫിന്റെ അകത്ത് അവരുടെ സഭയ്ക്കകത്തും വളരെ പ്രതിസന്ധി ഉണ്ടായി. ഒരു ഭാഗത്ത് യഹൂദ
യഹൂദ ജനം അവരെ പീഡിപ്പിക്കുന്നു, അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. മറുഭാഗത്ത് റോമൻ ഗവൺമെന്റ് അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ നിരന്തരമായ പ്രതിസന്ധികൾ സഭയ്ക്കകത്തും തങ്ങൾക്ക് നേരെയും കുടുംബങ്ങൾക്കകത്തും വരുമ്പോ അവർ ഭയങ്കരമായിട്ട് പിന്മാറിപ്പോകുമോ എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഈ ലേഖനം. അത് ഉറപ്പിക്കുന്ന ലേഖനമാണ്. ഉറപ്പിക്കുന്ന ലേഖനം. ഏതൊക്കെയോ മണ്ഡലങ്ങൾ പിന്മാറിപ്പോവാം, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിന്റെ അകത്ത് വരാം. എന്നാൽ ക്രിസ്തു വെളിപ്പാടിൽ അവരെ ഉറപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അങ്ങനെയെങ്കിൽ ഞാൻ ദൂത് നിങ്ങളോട് കൈമാറട്ടെ. പ്രതിസന്ധികൾ ലൈഫിന്റെ അകത്ത് വരുമ്പോ, പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ അകത്തേക്ക് ആഞ്ഞടിക്കുമ്പോ ഇനി എങ്ങനെ മുൻപോട്ട് പോകും, ഇനി ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്ന് പറയുമ്പോ ഇന്ന് രാത്രി ലേഖന കർത്താവിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്. പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ അകത്ത് വരുമ്പോ നിങ്ങൾ തളർന്നുപോയി പിന്മാറിപ്പോകുന്നവരായി മാറരുത്. വചനം പറയുന്നു, ഈ വചനം നിങ്ങളെ ഉറപ്പിക്കുന്ന ഒന്നാണ്. ദൈവവചനം നിങ്ങളെ ശക്തീകരിക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ക്ഷീണിച്ചുപോയ മേഖലയ്ക്കകത്ത്, തളർന്നുപോയ മേഖലയ്ക്കകത്ത്, പ്രതിസന്ധികൾ വന്ന മേഖലയ്ക്കകത്ത്, പ്രതികൂലങ്ങൾ വന്ന മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി വചനം കൈമാറുന്നു, പരിശുദ്ധാത്മാവ് കൈമാറുന്നു. വചനം നിങ്ങളെ ഉറപ്പിക്കുന്ന രാത്രിയായി, ദൈവാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുന്ന രാത്രിയായി ഈ രാത്രി ദൈവാത്മാവ് അത് മാറ്റുകയോ. നിങ്ങൾ തളർന്നു പോകേണ്ടവരില്ല, നിങ്ങൾ തകർന്നു പോകേണ്ടവരില്ല, നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടവരില്ല, നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്മാറിപ്പോകേണ്ടവരില്ല. ഒരു ദൈവിക ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ചലിക്കുന്ന രാത്രിയാ. അങ്ങനെയാണ് ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടത്. ഈ നമ്മൾ വായിച്ച വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അതാണ് എന്റെ വിഷയം. അതിലൂടെ ഒന്ന് രണ്ട് ദൂതുകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ നോക്കുന്നവർ ഒത്തിരിയുണ്ട്, യേശുവിനെ അറിയുന്നവർ ഒത്തിരിയുണ്ട്. എന്നാൽ ഈ വചനത്തിൽ പറയുന്നു, യേശുവിനെ നീ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്താണ് ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോൾ അവിടെ കീബോർഡ് വായിക്കുന്ന ആചാരനുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് കീബോർഡ് ഒരു പക്ഷെ കാണാൻ പറ്റും, അവിടെ അടുത്തിരിക്കുന്ന ആൾക്ക് കീബോർഡ് കാണാൻ പറ്റും. പക്ഷേ കീബോർഡ് വായിക്കുന്നയാൾക്ക് ആ കീബോർഡ് അടുത്ത് കാണാൻ പറ്റും. ആ കീബോർഡ് വായിക്കുന്നയാളാണ് കീബോർഡിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ആ കീബോർഡ് വായിക്കുന്ന ആളാണ് കീബോർഡിന്റെ കാര്യങ്ങൾ അറിയുന്നത്. ആ ശ്രദ്ധിച്ചു നോക്കുന്നത് ആ കീബോർഡ് വായിക്കുന്ന ആളാണ്. നമുക്ക് കീബോർഡ് കാണാം, അടുത്തിരിക്കുന്നയാൾക്ക് കീബോർഡ് കാണാം. ആ കീബോർഡ് ദൂരെ നിന്ന് കണ്ട ഒത്തിരി പേരുണ്ടാകാം. എന്നാൽ ആ കീബോർഡിനെ ശ്രദ്ധിക്കുന്നയാൾക്ക് മാത്രമേ അതിൻ്റെ അകത്തൊരു ടോൺ ഉണ്ടെന്നും, അതിൻ്റെ അകത്ത് കീ ഉണ്ടെന്നും, അതിൻ്റെ അകത്ത് ടെമ്പോ കൂട്ടാനുള്ള സാധനമുണ്ടെന്നും, അതിൻ്റെ അകത്ത് നിരവധി അനവധി കാര്യങ്ങളുണ്ടെന്നും അതിനെ ശ്രദ്ധിച്ചു നോക്കുന്ന ആൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ഇവിടെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുന്നവർ ഒത്തിരി ഉണ്ടാകാം. എന്നാൽ ശ്രദ്ധിച്ചു നോക്കുന്നവന്റെ പ്രത്യേകത മറ്റുള്ളവർ നോക്കുന്നത് പോലെയല്ല. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന നിനക്ക് മറ്റാർക്കും കാണാൻ കഴിയാത്തത് യേശുവിൽ കാണാൻ കഴിയും. മറ്റാർക്കും ക്രിസ്തുവിൽ ദർശിക്കാൻ കഴിയാത്തത് നിനക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രിയിൽ മറ്റുള്ളവരെ പോലെയല്ല നീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ നീ തയ്യാറാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു ക്രിസ്തു വെളിപ്പാട്, മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്തൊരു ക്രിസ്തു വെളിപ്പാട് ഇന്ന് രാത്രി ആ ക്രിസ്തു വെളിപ്പാട് നിന്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഭവിക്കുന്ന രാത്രിയോ. മറ്റുള്ളവർക്ക് യേശു ഒരു തിരി കത്തിച്ചു വെക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കുന്ന നിനക്ക് ആ ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. മറ്റുള്ളവർക്ക് ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോ ഉത്തരമരുളുന്ന അല്ലെങ്കിൽ സഹായം നൽകുന്ന ഒരു ATM മിഷീനാണ്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കുന്ന നിനക്ക് യേശു മഹത്വത്തിന്റെ ധനം കയ്യിൽ വഹിക്കുന്നവനാണ്. ശ്രദ്ധിച്ചു നോക്കുന്ന നിനക്ക് അവൻ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്. ആമേൻ. ഈ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചില വാഹനങ്ങളിലൊക്കെ എഴുതി വെക്കാം യേശു ഈ വാഹനത്തിന്റെ രക്ഷകൻ. ചില ഭവനങ്ങളൊക്കെ എഴുതി വെക്കും യേശു ഈ വീടിന്റെ രക്ഷകൻ. മറ്റുള്ളവർക്ക് യേശു വീടിന്റെ രക്ഷകനാകുമ്പോ
മറ്റുള്ളവർക്ക് യേശു വാഹനത്തിന്റെ രക്ഷകനാകുമ്പോ ശ്രദ്ധിച്ചു നോക്കുന്ന നിന്റെ പ്രത്യേകത അത് ലോകത്തിന്റെ രക്ഷകനാണെന്നുള്ള വെളിപ്പാട് അത് നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടാവണം. മറ്റുള്ളവർക്ക് ക്രിസ്തു വെളിപ്പാടിലേക്ക് കയറാൻ കഴിയുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ക്രിസ്തു ഒരു ദൈവമായി മാറുമ്പോ, മറ്റുള്ളവർക്ക് ക്രിസ്തു ഒരു ഡോക്ടറായി മാറുമ്പോ, മറ്റുള്ളവർക്ക് ക്രിസ്തു അവരുടെ കുടുംബത്തിന്റെ രക്ഷകനായി മാറുമ്പോ എന്ന് രാത്രി നീ തിരിച്ചറിയ, മറ്റുള്ളവരെ പോലെയല്ല നിന്റെ ഉള്ളിൽ ഒരു ക്രിസ്തു വെളിപ്പാട് നിറയട്ടെ. മറ്റുള്ളവരെ പോലെയല്ല യേശു നിനക്കൊരു ദൈവം മാത്രമല്ല, നിനക്കൊരു അപ്പനായി മാറട്ടെ. യേശു നിനക്കൊരു തിരികെത്തിക്കുന്ന ഒരു ദൈവം മാത്രമല്ല, നിനക്കൊരു കൂട്ടുകാരനായി മാറട്ടെ, നിനക്കൊരു അമ്മരട്ടെ, നിനക്കൊരു രക്ഷകനായി മാറട്ടെ, നിനക്കൊരു അപ്പനായി മാറട്ടെ. ആ ദൈവം നിന്നെ സ്വാന്തനിപ്പിക്കുന്ന ഒരു പിതാവായി മാറട്ടെ. ആ ഒരു ക്രിസ്തു വെളിപ്പാട് ഇന്ന് രാത്രി നിങ്ങളുടെ യകത്തനങ്ങളിൽ ചലിച്ചു തുടങ്ങട്ടെ. ആ ക്രിസ്തു വെളിപ്പാട് ചലിക്കുകയാണ്. മറ്റുള്ളവർക്ക് യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട്, മറ്റുള്ളവർക്ക് യേശുവിനെ ദർശിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു തിരിയിലും ഒരു മലകയറ്റത്തിലും ഒക്കെ അവസാനിക്കുമ്പോ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്കുന്നവന്റെ പ്രത്യേകത കുടുംബത്തിന്റെ അകത്ത് നിനക്ക് അപ്പനായി മാറും യേശു, നിനക്കൊരു അമ്മയായി മാറും യേശു, നിന്റെ ഒരു കൂട്ടുകാരനായി മാറും യേശു, നിന്റെ കൈപിടിക്കുന്ന ഒരു സഖിയായി മാറും യേശു. ഇന്ന് രാത്രി അതേ ക്രിസ്തു വെളിപ്പാട് നിന്റെ യകത്തളങ്ങളിൽ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. അതേ ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. നീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ആമേൻ. ഈ നീണ്ട 30 വർഷം യേശുവിനെ മറ്റുള്ളവർ കണ്ടത് ഒരു വേശ്യയുടെ മകനായിട്ടാണ്. നീണ്ട 30 വർഷം യേശുവിനെ മറ്റുള്ളവർ കണ്ടത് അവനൊരു തച്ചന്റെ മകനായിട്ടാ. യോസഫിന്റെ മകൻ, തച്ചന്റെ മകൻ തച്ചനാണല്ലോ, തച്ചനായിട്ടാ കണ്ടത്. എന്നാൽ യോഹന്നാനെ യോഹന്നാൻ സ്നാപകനെ നിനക്കെങ്ങനെ യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയത്? യോഹന്നാൻ പറയും, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. നോക്കണം, മറ്റുള്ളവർക്ക് യേശു ഒരു വേശ്യയുടെ മകനായി വെളിപ്പെട്ട് കിട്ടിയപ്പോ, മറ്റുള്ളവർക്ക് അവനൊരു തച്ചനായി മാറിയപ്പോ ദൈവാത്മാവുള്ള മനുഷ്യൻ പറയുകയാണ്, യേശുവിനെ കണ്ട മനുഷ്യൻ പറയുകയാണ്, അവൻ വേശ്യയുടെ പുത്രനല്ല, അവൻ ഒരു തച്ചനല്ല, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അവന്റെ ചെരിപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ഒരു യോഹന്നാൻ സ്നാപകനുണ്ട്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അവര് പറഞ്ഞു, ചിലർ മോശ എന്ന് പറയുന്നു, ഏലിയാവെന്ന് പറയുന്നു. ആമേൻ. ചിലർ പറയുന്നു നീ ഇരമ്യാ പ്രവാചകനാണെന്ന് പറയുന്നു. ഇങ്ങനെ ശിഷ്യന്മാർ പറഞ്ഞു. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? എല്ലാവരും മുഖാമുഖം നോക്കിക്കാണും, എന്താ പറയണ്ടേ. പക്ഷേ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞു. നോക്കണം, മറ്റാർക്കും കിട്ടാത്ത വെളിപ്പാട് അത് പത്രോസിന് കിട്ടി. മറ്റാർക്കും കിട്ടാത്ത ഒരു ദൈവിക ദർശനം അത് പത്രോസിന് കിട്ടി. എന്താ കാര്യം? അവൻ യേശുവിനെ നോക്കിയത് കൊണ്ടാണ്. ഇന്ന് രാത്രി നിന്റെ അകത്തുള്ള ക്രിസ്തു വെളിപ്പാട് മാറട്ടെ. അവന് ദൈവമായി മാത്രമല്ല നിന്റെ അടുക്കൽ വരുന്നത് ഒരപ്പനായി, ഒരമ്മയായി, ഒരു സഖിയായി, ഒരു കൂട്ടുകാരനായി, ഒരു താതനായി. ഇന്ന് രാത്രി ആ ക്രിസ്തു നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ആ ക്രിസ്തു നിന്റെ തലമുറയ്ക്ക് മേൽ സ്നേഹം ചുരിയുകയാണ്. ആ ക്രിസ്തു നിന്റെ ദേശത്തിന്റെ അകത്ത് ഉലാവുന്ന രാത്രിയോ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ആമേൻ. എബ്രായ ലേഖനത്തിനകത്ത് തന്നെ യേശുവിനെ നോക്കുക എന്നുള്ള ഒരു വാക്യം കൂടി ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. എബ്രായർ 12:2 ഞാൻ തന്നെ വായിക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നോക്കണം, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് 3-ാം അധ്യായത്തിൽ പറയുന്നു. എന്നാൽ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആമേൻ. യേശുവിനെ നോക്കുക എന്നുള്ളതിൽ പല കാര്യങ്ങൾ വരും. അതിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തുവിനെ നോക്കുക. നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോ നിരവധി
അനവധി വിശ്വാസത്തിന്റെ ഒരു പട്ടിക നിരത്തി വെച്ചിരിക്കുക. ആമേൻ. ഈ ഹാബേലിൽ തുടങ്ങി ഉള്ള വിശ്വാസത്തെ അതിനകത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് അതിൽ വായിച്ചെടുക്കാൻ കഴിയും. ഒരു വിശ്വാസത്തിന്റെ പട്ടിക നിരത്തി വെച്ചിരിക്കുകയാണ് ആമേൻ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എന്തിനാണ് നമ്മൾ ഈ പഴയ നിയമത്തിലൊക്കെ വായിച്ചു വന്നതും നമുക്കറിയാവുന്നതുമായ കാര്യങ്ങളാണ് വീണ്ടും ഈ 11-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ 11-ാം അധ്യായത്തിൽ വീണ്ടും ഈ വിശ്വാസത്തെക്കുറിച്ചും ചെങ്കടൽ കടന്നതിനെ കുറിച്ചും ഈ അബ്രഹാമിനെ അനുഗ്രഹിച്ചതിനെ കുറിച്ചും ഈ തീയിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിനെ കുറിച്ചും പെട്ടകത്തെക്കുറിച്ചൊക്കെ യോസഫിനെ കുറിച്ചൊക്കെ വിശ്വാസത്തെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പൊ ഇത് നമ്മൾ വായിച്ചു കേട്ടതാണെങ്കിലും ഈ ചരിത്രം നമുക്കറിയാവുന്നതാണെങ്കിലും ആമേൻ ഈ 11-ാം അധ്യായത്തിൽ വീണ്ടും വിശ്വാസത്തിന്റെ പട്ടിക എഴുതി വച്ചിരിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. ആമേൻ വിശ്വാസത്തിൽ തളർന്നുപോയ എബ്രായ ജനത്തെ ഒന്നുറപ്പിക്കാൻ വേണ്ടിയാണ്. വിശ്വാസത്തിൽ പിന്നോട്ട് മാറിയ എബ്രായ ജനത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറട്ടെ എന്നെ കേൾക്കുന്നവരോട്. ആമേൻ. ഈ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ പട്ടിക നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറിപ്പോയെങ്കിൽ, ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ നിന്റെ വിശ്വാസം കുറഞ്ഞു പോയെങ്കിൽ, ഏതൊക്കെയോ മേഖലകൾ പ്രതിസന്ധികൾ വന്നപ്പോ നീ വിശ്വാസത്തിൽ തകർന്നു പോയെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന രാത്രിയാണ്. നീ വിശ്വാസത്തിൽ തകർന്നു പോകേണ്ട. അതെ, വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തു നിന്നെ ഉറപ്പിക്കുന്ന രാത്രിയാ ഈ രാത്രി. മാറുകയോ? നീ വിശ്വാസത്തിൽ തകർന്നു പോകേണ്ടയാളല്ല. ഒരു പ്രതിസന്ധി വന്നപ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, ഒരു പ്രശ്നം ലൈഫിന്റെ അകത്തുണ്ടാകുമ്പോ എന്തിനാണ് വിശ്വാസത്തിൽ നിന്നും നീ തകർന്നു പോകുന്നത്? നിന്നെ ഇന്ന് രാത്രി ഉറപ്പിക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തിൽ നിന്നെ ഉദ്ധരിപ്പിക്കുന്ന രാത്രിയാ ഈ രാത്രി. ദൈവാത്മാവ് മാറ്റുന്ന രാത്രിയാ. ആമേൻ. ഈ 11-ാം അധ്യായം വിശ്വാസത്തിന്റെ ഒരു പട്ടികയെ കൈമാറുകയാണ്. 11-ാം അധ്യായം നമുക്കറിയാം, അതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അബ്രഹാം, അദ്ദേഹം വിശ്വാസത്തിന്റെ പിതാവായിരുന്നു. അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവ്. ആമേൻ. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ ദേവദാസന്മാരും അബ്രഹാമിനെ ഒന്നും പറയാതെ പോകത്തില്ല. പക്ഷേ ഇതിനകത്ത് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവാണ്. ആമേൻ. അബ്രഹാം എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പിതാവായത്? നമുക്കറിയാമോ? ഈ ഒരു ശബ്ദം കേട്ടു തന്റെ ലൈഫിനകത്ത് അബ്രഹാം ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം എങ്ങനെയാണ്? അബ്രഹാമേ, നീ ഇറങ്ങി എന്റെ വേലയ്ക്ക് വേണ്ടി തിരിക്കാൻ പറഞ്ഞു. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനും ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എബ്രായർ 11:8 ഇങ്ങനെയാണ്. അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു. വിശ്വാസത്തിന്റെ പിതാവ്. അവൻ പറഞ്ഞത്, നീ പിതൃഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, എന്നിട്ട് നീ ഇറങ്ങിത്തിരിക്കണം വാഗ്ദത്ത കനാലിലേക്ക് ചെല്ലാൻ. ആമേൻ. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ടു, അനുസരിച്ച് ഇറങ്ങി. പക്ഷേ വിട്ടേച്ച് വരാൻ പോയ രണ്ടെണ്ണത്തിനെ വിട്ടില്ല. ഒന്ന് അബ്രഹാമിന്റെ അപ്പൻ അബ്രഹാമിന്റെ അപ്പൻ. അത് ഹാരാനിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നത്. രണ്ട്, ലോത്ത്, അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത്. ഇവർ രണ്ടുപേരെയും അബ്രഹാം കൂടെ കൂട്ടി. കർത്താവ് പറഞ്ഞു, നീ പിതൃഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, എന്നിട്ട് നീ എന്റെ വാക്ക് കേട്ടനുസരിച്ച് ഇറങ്ങാൻ പറഞ്ഞപ്പോ അബ്രഹാം അനുസരിച്ചു, ഇറങ്ങി. പക്ഷേ പിതാവിനെ വിട്ടില്ല, ലോത്തിനെയും വിട്ടില്ല, അവരെയും കൂടെ കൂട്ടി. എന്നാൽ അവർ ഹാരാനിൽ വന്നു. ഹാരാനിൽ വന്നപ്പോ തന്റെ പിതാവ് മരണപ്പെട്ടു. നോക്കണം, അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അബ്രഹാമാണ്. എന്നാൽ ഹാരാനിൽ വന്നപ്പോ അനുഗ്രഹത്തിന് തടസ്സമായി നിന്ന, ദൈവിക പദ്ധതിക്ക് തടസ്സമായി നിന്ന, വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി നിന്ന അപ്പൻ മരിച്ചു. എന്നാൽ വീണ്ടും കുറെ വർഷക്കാലം താൻ ഹാരാനിൽ പാർത്തു. പിന്നെ അബ്രഹാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഇങ്ങനെയാ കാണാൻ കഴിയുന്നത്. കുറെ നാളുകൾക്ക് ശേഷം
ലോത്തും തന്നെ വിട്ട് വേറെ വഴിക്ക് കടന്നുപോയി. ലോത്തും കടന്നുപോയി. ഈ പിതാവും ഈ ലോത്തും അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് തടസ്സമായിരുന്നു. പിതൃഭവനത്തെ വിടണമെന്ന് പറഞ്ഞു. ആമേൻ ആമേൻ ആമേൻ. ചാർച്ചക്കാരെ വിടണമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ കനാനിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് വരാൻ പറഞ്ഞ അബ്രഹാം, ആമേൻ, അവരെയും കൂടെ കൂട്ടി വന്നപ്പോ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് തടസ്സമായിരുന്നു. എന്നാൽ അവൻ ഹാരാൻ വന്നപ്പോ പിതാവ് മരിച്ചുപോയി. പിന്നീട് ലോത്തും തന്റെ വഴിയിൽ നിന്നും മാറി വേറെ വഴിയിലൂടെ സഞ്ചരിച്ചു. അടുത്ത വാക്യം എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. അബ്രഹാമേ, നീ എഴുന്നേറ്റ് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് നീ നോക്കുക. ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അബ്രഹാമിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ലോത്തും മാറിയപ്പോ അബ്രഹാമിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ തുടങ്ങി. അബ്രഹാമിന് മുൻപിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിയപ്പോ അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ നിന്റെ വാഗ്ദത്തത്തെ തടസ്സപ്പെടുത്തുന്നത് എന്താണോ, നീ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, ഒത്തിരി പ്രവചനം കേട്ടതാണ്, ഒത്തിരി ദൂത് കേട്ടതാണ്, ഒത്തിരി വാഗ്ദത്തങ്ങൾ തനിക്കുള്ളതാണെന്ന് അറിയാമായിരുന്നിട്ടും ആ വാഗ്ദത്തം ഇതുവരെ കുടുംബത്തിന്റെ അകത്ത് സംഭവിച്ചില്ലെങ്കിൽ, ആ വാഗ്ദത്തം, ആ ദൂതുകൾ, ആ പ്രവചന ശബ്ദങ്ങൾ നിന്റെ ലൈഫിന്റെ അകത്ത് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി തിരിച്ചറിയുക, നിന്റെ വാഗ്ദത്തത്തിന് തടസ്സം നിൽക്കുന്നതിനെ ഇന്ന് രാത്രി ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുകയാണ്. ആ വാഗ്ദത്തം നിന്റെ കുടുംബത്തിനകത്ത് ചലിച്ചു തുടങ്ങുന്ന രാത്രിയായി ഈ രാത്രി മാറുകയോ. നിന്റെ വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്നത്, നിന്റെ ദൈവിക ദൂതിന് തടസ്സമായി നിൽക്കുന്നത്, നിന്റെ പ്രവചന ശബ്ദത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇന്ന് രാത്രി ഇതിനൊന്ന് മാറ്റാൻ കഴിയുമെങ്കിൽ നിന്റെ വാഗ്ദത്തം ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾ ചലിക്കട്ടെ. വാഗ്ദത്തങ്ങൾ ചലിച്ചു തുടങ്ങും. നോക്കണം. ആമേൻ. ലോത്ത് ഒരു പകുതി വഴി എത്തിയപ്പോ അബ്രഹാമിൽ നിന്നും മാറി വേറെ വഴിയെ സഞ്ചരിച്ചു. ആമേൻ. അവിടെ മുതൽ വാഗ്ദത്തം ചലിച്ചു തുടങ്ങുക. അവിടെ മുതൽ അബ്രഹാമിന്റെ ലൈഫ് മാറാൻ തുടങ്ങുക. തടസ്സം മാറിയപ്പോ വാഗ്ദത്തം ചലിച്ചു, തടസ്സം മാറിയപ്പോ ദൂത് ചലിച്ചു, തടസ്സം മാറിയപ്പോ പ്രവചനം ചലിച്ചു, തടസ്സം മാറിയപ്പോ അവന്റെ ജീവിതം മാറി. ഇന്ന് രാത്രി ആമേൻ 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 ജീവിതത്തിന്റെ അകത്ത് വാഗ്ദത്തത്തെ തടയുന്നതിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിക്കുകയാണ് ചില ഭവനങ്ങളോട്. ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ് ചില ഭവനങ്ങളോട്. നിന്റെ വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ, നിന്റെ ദൈവിക ദൂത് നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചലിക്കാത്തതിന് തടസ്സമായി നിൽക്കുന്നതിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിച്ചു തുടങ്ങുകയാണ്. ചില കുടുംബങ്ങളിൽ അതേ ദൈവിക മഹത്വം ഇന്ന് രാത്രി ഇറങ്ങി തുടങ്ങട്ടെ. ചില ദൈവിക സാന്നിധ്യം ചില കുടുംബങ്ങളിൽ ഇന്ന് രാത്രി ചലിക്കുകയാണ്. വാഗ്ദത്തത്തെ തടസ്സമാക്കിയത്, ദൂതിനെ തടസ്സമാക്കിയത്, ദൈവിക നന്മയെ തടഞ്ഞത് ഇന്ന് രാത്രി ഇത് പൊട്ടിമാറട്ടെ. അത് പൊട്ടുന്നു. ചില കുടുംബങ്ങളെ ദൈവാത്മാവ് തൊടുന്നു, ചില മണ്ഡലങ്ങളെ ദൈവാത്മാവ് തൊടുന്നു. ചില വേദനകളെ ദൈവാത്മാവ് തൊടുകയാണ്. വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുക. ദൂതുകൾ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അവിടെ മുതൽ അബ്രഹാമിന്റെ വാഗ്ദത്തം ചലിച്ചു തുടങ്ങി. ആമേൻ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, നിനക്ക് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടലിലെ മണൽത്തരികൾ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. നോക്കണം. വാഗ്ദത്തം ചെയ്യാൻ തുടങ്ങിയപ്പോ ഭയങ്കരമായ വാഗ്ദത്തങ്ങളാണ് കയറി വരുന്നത്. തടസ്സം മാറിയപ്പോ വാഗ്ദത്തങ്ങൾ ഭയങ്കരമായിട്ട് ചലിക്കാൻ തുടങ്ങി. തടസ്സം മാറിയപ്പോ ഇതുവരെ താൻ കേൾക്കാത്ത വാഗ്ദത്തങ്ങളൊക്കെ അബ്രഹാമിന്റെ ലൈഫിൽ വരിക. ആമേൻ ആമേൻ ആമേൻ. ഈ വാഗ്ദത്തം കേട്ടത്, നീ നോക്കുന്നത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഞാൻ നിനക്ക് തരും. അത് മാത്രമല്ല, അടുത്ത വാഗ്ദത്തം തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തമാണ് കൈമാറുന്നത്. ഒരു വാഗ്ദത്ത
സന്തതിയെ നിനക്ക് തരും. ആമേൻ ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും. കടലിലെ മണൽത്തരികൾ പോലെ നിനക്ക് ഞാൻ സന്തതിയെ തരുമെന്ന് പറയുമ്പോ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം അബ്രഹാമിന്റെ ലൈഫിന്റെ അകത്ത് ചലിച്ചു തുടങ്ങുകയെ അന്ന് മുതൽ ഇന്ന് രാത്രി ചില തലമുറകൾ നോക്കി ഞാൻ പ്രവചിക്കുന്നു. നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അത് ചലിച്ചു തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ കേട്ട ഒത്തിരി ദൂതുകളുണ്ട്, ഒത്തിരി പ്രവചന ശബ്ദങ്ങളുണ്ട്. എന്നാൽ ഈ 2024 7 മാസം വരെ ആ വാഗ്ദത്തങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ചലിച്ചില്ലെങ്കിൽ തലമുറകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുകയാണ്. ആ വാഗ്ദത്തങ്ങൾ 2024 തന്നെ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ആ ദൈവിക ദൂതുകൾ 2024 തന്നെ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. ഏതൊക്കെയോ മേഖലകൾ സ്റ്റക്കായി വെച്ചെങ്കിൽ ഈ രാത്രി ആ സ്റ്റക്കിനെ ആ ദൈവികമായ സാന്നിധ്യം ആ തടസ്സങ്ങളെ പൊട്ടിക്കുകയാണ് ഇന്ന് രാത്രി. അത് തടസ്സങ്ങൾ പൊട്ടി മാറട്ടെ ഇന്ന് രാത്രി. തടസ്സങ്ങൾ പൊട്ടി മാറട്ടെ. തടസ്സങ്ങൾ പൊട്ടി മാറുന്ന രാത്രിയായി ഇന്ന് രാത്രി ദൈവാത്മാവ് മാറ്റുകയോ. നോക്കണം, വാഗ്ദത്തങ്ങൾ അബ്രഹാമിൽ ചലിക്കാൻ തുടങ്ങി. അത് തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും അബ്രഹാമിൽ ചലിക്കാൻ തുടങ്ങി. ആമേൻ. അവിടെ ഒന്നുമല്ല അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവാണെന്ന് പറയുന്നത്. തനിക്കൊരു മകനെ ലഭിച്ചു, ഇസഹാക്ക് എന്ന് പറയുന്ന മകൻ. ആമേൻ. ദൈവം പറഞ്ഞു, നീ ഇസഹാക്കിന് യാഗം കഴിക്കാ എന്ന് പറഞ്ഞു. ഇസഹാക്കിന് യാഗം കഴിക്കാ എന്ന് പറഞ്ഞു. അബ്രഹാം നേരെ മോറിയ മലയിലേക്ക് ചെല്ലുകയാണ് തന്റെ മകനെ യാഗം കഴിക്കേണ്ടതിന് വേണ്ടി. മല കയറി തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ യാഗത്തിനുള്ള അമ്മയുടെ ഈ മകൻ കണ്ടിട്ടുണ്ട് അപ്പൻ യാഗം കഴിക്കുന്നത്. അന്നേരം തീ കൂട്ടി അതിലേക്ക് ഒരു യാഗമൃഗത്തെ വെക്കുന്നതൊക്കെ ഈ മകൻ കണ്ടിട്ടുണ്ട്. ആ മകന്റെ ചോദ്യമാണ്, അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ യാഗത്തിനുള്ള മൃഗം എവിടെ? അവിടെയാണ് യഥാർത്ഥമായിട്ട് അബ്രഹാമിന്റെ വിശ്വാസം വെളിപ്പെടുന്നത്. യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം തന്റെ മകനോട് പറഞ്ഞു. അവിടെ അബ്രഹാമിന് യഥാർത്ഥമായ വിശ്വാസം വെളിപ്പെട്ടു തുടങ്ങുകയാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു ഉന്നത ഭാവം അവിടെ കാണുകയാണ്. യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. അബ്രഹാമിന് യാതൊരു ഉറപ്പുമില്ല, കാരണം മകനെയാണ് കൊല്ലാൻ പോകുന്നത്. എങ്കിലും ആ മനുഷ്യൻ കൈമാറുകയാണ്, കർത്താവ് കരുതുവെന്ന്. ഇന്ന് രാത്രിയിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും ശൂന്യത മാത്രമേ മുൻപിലുള്ളെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ, യഹോവ കരുതുമെന്ന്. ഒരു വെളിച്ചം പോലും മുൻപിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും മുൻപിൽ മുഴുവൻ ശൂന്യതയാണെങ്കിലും ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു ഇരുട്ടിന്റെ അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും ഇന്ന് രാത്രി ഒന്ന് കൈമാറ, ഒന്ന് പറ, കർത്താവേ അങ്ങ് കരുതുന്ന കർത്താവാണെന്ന് ഒന്ന് വാഗൊന്ന് പറയാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് അത് വെളിപ്പെട്ടു തുടങ്ങുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി ഹാലലുയ പറഞ്ഞാട്ടെ, വായ്കൾ തുറന്നൊരു ഹാലലുയ പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചലിക്കുകയാണ്. നോക്കണം. ആമേൻ ആമേൻ ആമേൻ. അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു ഉന്നത ഭാവം കാണുകയാണ്. ആമേൻ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ അബ്രഹാമിന് മുൻപേ ഞാനുള്ളതെന്ന് ക്രിസ്തു പറയുമ്പോ ആളുകൾ ചോദിക്കുന്ന കാര്യമുണ്ട്, നീ അബ്രഹാമിന് മുൻപേ ഉള്ളവനോ? അപ്പോൾ നീ അബ്രഹാമിനേക്കാൾ വലിയവനാണ്. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിനേക്കാൾ മുൻപേ ഉള്ള. ആമേൻ. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോ യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആമേൻ, അബ്രഹാമിനേക്കാൾ വലിയവനാണ് ക്രിസ്തു. അബ്രഹാം വിശ്വാസികൾക്ക് പിതാവാണെങ്കിൽ, വിശ്വാസത്തിന്റെ പിതാവാണെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. ഇന്ന് രാത്രി അവൻ വിശ്വാസമില്ലാത്ത മണ്ഡലങ്ങളിൽ ചില വിശ്വാസങ്ങളെ ഉറപ്പിക്കത്തക്ക നിലയിൽ ചില വിശ്വാസങ്ങളെ ഉദ്ധരിപ്പിക്കത്തക്ക നിലയിൽ ഇന്ന് രാത്രി ചില ഭവനങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ കരമിറങ്ങി നിൽക്കുകയോ. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അവൻ 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 അബ്രഹാമിനേക്കാൾ അവൻ വലിയവനായ കർത്താവാണ്. അവൻ വിശ്വാസത്തിന്റെ നായകനാണെന്ന് യേശു വിളിച്ചു പറയുന്നു. കാരണം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ മൂന്നാമത്തെ ദിവസം ഈ മന്ദിരം പൊളിക്കും. മന്ദിരം പൊളിക്കുമെന്ന് പറയാം. അതിന്റെ അർത്ഥം ഞാൻ മരിച്ചാൽ മൂന്നാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാരുടെ മുൻപേ തന്നെ യേശു ക്രിസ്തു പറഞ്ഞിരുന്നു. ആമേൻ. പ്രാർത്ഥനയിൽ യേശു കരഞ്ഞു, സത്യമാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷേ ക്രൂശിൽ കയറുന്നതിന് മുൻപേ തന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, മൂന്നാം ദിവസം ഞാൻ കല്ലറ പൊളിച്ച് പുറത്തു വരുമെന്ന് യേശു പറഞ്ഞിരുന്നു. യേശുവിന് അറിയാമായിരുന്നു, എന്നെ ക്രൂശിച്ചാലും എന്നെ തകർത്താലും മൂന്നാമതൊരു ദിവസമുണ്ടെങ്കിൽ ഞാൻ ആ ക്രൂശിന്റെ അകത്തുനിന്നും ആ കല്ലറയ്ക്കകത്തുനിന്നും ഞാൻ പൊങ്ങി വരുമെന്ന്, ഞാൻ ഉയർക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നത് കൊണ്ടാണ് വചനം പറയുന്നത്, അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. ഇന്ന് രാത്രി ആരൊക്കെ നിന്നെ തളച്ചിടാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിന്റെ മേൽ ബലം പ്രയോഗിച്ചാലും ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുകയാണ്. നീ ഉയർക്കുന്നൊരു ദിവസമുണ്ട്. നീ തകർന്നു പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല. നിന്നെ ഉയർപ്പിക്കുന്ന അതേ ദൈവിക മഹത്വം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ജനിക്കുകയാണ്. നീ ഉയർക്കുന്നൊരു സമയമുണ്ട്. നീ ഉയർക്കുന്നൊരു സമയമുണ്ട്. നീ തകർന്നു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. നീ ഉയർക്കുന്നൊരു സമയമുണ്ട്, ഉയർക്കുന്നൊരു സമയമുണ്ട്. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. അപ്പൊ വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നോക്കുക എന്ന് പറയും. എന്റെ ചിന്ത ഭയങ്കര. ഞാനിങ്ങനെ ചിന്തിച്ചു, അബ്രഹാമിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് സത്യമാണ്. എന്നാൽ ഇസഹാക്കിന്റെ ഒരു വിശ്വാസമുണ്ട്. അതാണ് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത്. തന്നെ ഈ വിറകിന്റെ മുകളിൽ ഒരു യാഗവസ്തുവായി കിടക്കുമ്പോഴും അനുസരണയോടെ ഈ മകൻ കിടക്കുകയാണ്. അപ്പൻ കത്തിയെടുക്കുമ്പോഴും ഈ മകനൊന്നും പറയുന്നില്ല. അനുസരണയോടെ ഈ മകൻ കിടക്കുകയാണ്. തിരുവചനം ഇങ്ങനെയാ പറയുന്നത്, ഇസഹാക്ക് ഈ യാഗപീഠത്തിന്റെ മുകളിൽ കിടക്കുന്നത് ക്രിസ്തുവിന്റെ നിഴലാണ്, ക്രിസ്തുവിന്റെ നിഴലാണ്. അനുസരണയോടെ പിതാവായ ദൈവത്തിന്റെ പദ്ധതി തന്റെ മേൽ നിറവേറേണ്ടതിന് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെത്താൻ ഒരു യാഗമായി മാറ്റിയെങ്കിൽ ഇസഹാക്ക് ക്രിസ്തുവിന് ഒരു നിഴലാണ്. ആ ഇസഹാക്കിന്റെ വിശ്വാസം പോലെയല്ല തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ വിശ്വാസം. ഇന്ന് രാത്രി നിങ്ങൾ ആ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ വിശ്വാസത്തിന്റെ നായകനായ കർത്താവ്. അപ്പോ ആ വിശ്വാസത്തിന്റെ നായകനെ നോക്കുക. പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിന്റെ കത്ത്, സംഖ്യാപുസ്തകം 21 അധ്യായം ഒന്നെടുക്കാമോ? സംഖ്യാപുസ്തകം 21 അധ്യായം. അതിനകത്തൊരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. അതിന്റെ 8-ാമത്തെ വാക്യം: യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. നോക്കണം, കൊടിമരത്തിൽ ഒരു സർപ്പത്തെ വെച്ചിരിക്കുന്നു, സർപ്പത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനെ നോക്കിയാൽ ഈ കടി കൊണ്ടവർ ജീവിക്കുമെന്ന് പറഞ്ഞു. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഈ 2 വാക്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മുടെ ടോപ്പിക്ക് മറക്കരുത്. അതിതാണ് യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന് നമ്മൾ കണ്ടു, വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. രണ്ടാമത് നമ്മൾ സംഖ്യാപുസ്തകത്തിലാണ് വായിച്ചത്. കൊടിമരത്തിൽ ഒരു സർപ്പത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ സർപ്പത്തെ നോക്കുന്നവനെല്ലാം അവൻ ജീവിക്കാൻ തയ്യാറാകും. യോഹന്നാൻ സുവിശേഷം പറയുന്നു, അവൻ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് യേശുവിനെ ഉയർത്തേണ്ടതാകും. ഈ രണ്ട് വാക്യങ്ങളും കൂടെ കണക്ട് ചെയ്താൽ അതിൻ്റെ അകത്ത് ഒരൊറ്റ ദൂതേ ഉള്ളൂ, ഒരൊറ്റ വെളിപ്പാടേ ഉള്ളൂ. ആ വെളിപ്പാട് ഇങ്ങനെയാണ്: കൊടിമരത്തിൽ ഉയർത്തപ്പെട്ട ആ സർപ്പം അത് ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ മരിച്ച ഒരു ക്രിസ്തുവിനെ കാണിക്കുന്നു. അതിന്റെ അർത്ഥം ഇസ്രായേൽ ജനം കൊടിമരത്തിൽ നോക്കിയപ്പോ, ആ സർപ്പത്തെ നോക്കിയപ്പോ, വിഷപ്പാമ്പുകളാൽ മരിച്ച ജനം സർപ്പത്തെ നോക്കുമ്പോ അവർ ജീവിക്കാൻ ഇടയാകും. അങ്ങനെയെങ്കിൽ ഈ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ നോക്കുന്നവന്റെ പ്രത്യേകത, അവനും ജീവിക്കാൻ തയ്യാറാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നൊരു ജനം, അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ അവർ ക്ഷീണിച്ചു. വചനെങ്ങനെ പറയുന്നത്? ഇസ്രായേൽ അധാരിയും വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന അവൻ പിന്നെ അവർ ഏതോം ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്നും ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചപ്പോ അവർ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തിനാ നീ മരുഭൂമിയിലൂടെ നടത്തിയത്? ഞങ്ങൾ എന്തിനാ നീ ഇതുവഴിയൊക്കെ കൊണ്ടുവന്നത്? ഞങ്ങളെ കൊല്ലാനാണോ? ഞങ്ങളെ ക്ഷീണിപ്പിക്കാനാണോ? ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനാണോ? ഇങ്ങനെ ചോദിച്ച നിരന്തരം മോശയോട് അവർ പിറുപിറുക്കുകയാണ്. ദൈവത്തിന് കോപമായി ഒരു സർപ്പങ്ങളെ അയച്ച് അവരെ കൊല്ലുവാനിടയായി. അതിനെങ്ങനെ പറയുന്ന സർപ്പം കടിച്ചവരല്ല, അവർ ഇസ്രായേൽ ജനം അവർ മരിച്ചു വീഴാനിടയായി. അവർ മരിച്ചു വീണപ്പോ മോശ ദൈവത്തോട് അപേക്ഷിക്കുമ്പോ അതിനൊരു പരിഹാരം കർത്താവ് കൊടുക്കുകയാണ്. നീ മരുഭൂമിയിൽ ഒരു കൊടിമരത്തെ ഉയർത്തണം. ആ കൊടിമരത്തെ ഉയർത്തിയിട്ട് അവിടെ ഒരു സർപ്പത്തെ ഉണ്ടാക്കണം. ആ സർപ്പത്തെ ഉണ്ടാക്കിയിട്ട് ആ സർപ്പത്തെ നോക്കുന്നവനല്ല അവർ ജീവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സർപ്പത്തെ നോക്കിയവരെല്ലാം ജീവിച്ചെങ്കിൽ യേശുവിനെ നോക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ ജീവിക്കാൻ പോവുകയാണ്. ഏതൊക്കെയോ മണ്ഡലങ്ങൾ ജീവനില്ലാതെ കിടക്കുമ്പോ, ഏതൊക്കെയോ മണ്ഡലങ്ങൾ അവസാനിച്ചു എന്ന് പറയുമ്പോ, ഏതൊക്കെയോ മേഖലകൾ തീർന്നുവെന്ന് പറയുമ്പോ നീ കർത്താവിനെ നോക്കാൻ റെഡിയാണെങ്കിൽ നീ ജീവിക്കാൻ പോവുകയാണ്. വചനം പറയുന്നു, അവൻ ജീവന്റെ അപ്പമാകുന്നു. അവൻ ജീവന്റെ അപ്പമാകുന്നത് കൊണ്ട് അവനെ നോക്കുന്നവനല്ല, അവൻ ജീവിക്കാൻ പോവുകയാണ്. മരിച്ച മണ്ഡലങ്ങൾ ഈ രാത്രി ജീവിക്കട്ടെ. തടന്നു കിടക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പണിയപ്പെടട്ടെ. അവനെ നോക്കുന്നവർ ജീവിച്ചെങ്കിൽ ഇന്ന് രാത്രി ചില ജീവനുള്ള മേഖലകൾ ഇതിന്റെ അകത്തുനിന്ന് പുറപ്പെട്ടു വരട്ടെ. അവൻ ജീവിപ്പിക്കുന്ന കർത്താവാണ്. നൈൻ പട്ടണത്തിന്റെ അകത്ത് ഒരു വിധവയുടെ മകൻ മരിച്ചുപോയി. നൈൻ പട്ടണത്തിന്റെ അകത്ത്, നൈൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നുള്ളതാണ്. മനോഹരം എന്നുള്ളതാണ്. നൈൻ പട്ടണം നൈൻ എന്ന വാക്കിന്റെ അർത്ഥം മനോഹരം എന്നുള്ളതാണ്. എന്നാൽ പുറമേ കാണുമ്പോൾ പട്ടണം മനോഹരമാണ്, എന്നാൽ അകമേ പട്ടണത്തിന്റെ അവസ്ഥ അത് കരച്ചിലിന്റെ അവസ്ഥയാണ്. ആകെ ഉണ്ടായിരുന്ന മകൻ മരിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് ആ മാതാവിനറിയില്ല. ആ പട്ടണം വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോ ആ പട്ടണത്തിന്റെ അകത്ത് യേശു വന്നു. വചനം ഇങ്ങനെ പറയുന്നു, യേശു ആ മഞ്ചത്തിൽ തൊട്ടു. മഞ്ചത്തിൽ തൊട്ടപ്പോ ആ തലമുറ എഴുന്നേറ്റു. നോക്കണം, മരിച്ചു എന്ന് പറഞ്ഞത്, അവസാനിച്ചു എന്ന് പറഞ്ഞത്, തീർന്നു എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു തൊട്ടപ്പോ നൈൻ പട്ടണത്തിന്റെ അവസ്ഥ മാറിയെങ്കിൽ ഇന്ന് രാത്രി അവൻ ജീവിപ്പിക്കുന്നവനാണ്. അവൻ ജീവന്റെ അപ്പമാണ്. ഏതൊക്കെയോ മണ്ഡലത്തിന്റെ അകത്ത് അവസാനിച്ചു എന്ന് പറയുമ്പോ, തീർന്നു എന്ന് പറയുമ്പോ, ഇവിടെ ഇനി യാത്രയില്ല, ഇവിടെ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയുമ്പോ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. അവസാനിച്ചു എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ അകത്തുനിന്നും, തീർന്നു എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ അകത്തുനിന്നും നിന്നെ ജീവിപ്പിക്കത്തക്ക നിലയിൽ, നിന്നെ ഉയർപ്പിക്കത്തക്ക നിലയിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചില ഭവനങ്ങളെ തൊട്ടു തുടങ്ങുകയാണ്. നീ അവസാനിച്ചു എന്ന് പറയണ്ട, നീ തീർന്നുവെന്ന് പറയണ്ട.
ഇതെന്റെ എന്താണെന്ന് പറയണ്ട. ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുക ചില മണ്ഡലങ്ങളെ, ദൈവാത്മാവ് തൊടുക ചില കുടുംബങ്ങളെ. നീ ജീവിക്കുന്ന രാത്രിയാൽ ഈ രാത്രി ദൈവാത്മാവ് മാറ്റുകയാണ്. അതേ സ്വീകരിക്കുന്ന ചേർന്ന ആ വായനയുടെ അല്പസമയം കർത്താവിന്റെ ഭാഗത്ത് കൊടുത്താട്ടെ. ഇന്ന് രാത്രി ജീവിപ്പിക്കുന്ന യേശു നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയോ? Shababa raka tara ziantara baha la braka shama raka tara ziantara libro kori mana katara ba la katara ziantara ba. ഓ പട്ടണം മനോഹരമാണ്, പട്ടണം മനോഹരമാണ്. എന്നാൽ പട്ടണത്തിന്റെ അകം അത് വിഷമത്തിലാണ്. പട്ടണം അവൻ പുറമേ നിന്ന് കാണുമ്പോൾ മനോഹരമാണെങ്കിലും അവൻ നിന്നെ ഉള്ളു നീറുന്നത് എന്റെ കർത്താവ് അറിയുന്നുണ്ട്. അവൻ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ഉള്ളു നീറുന്നത്, നിന്റെ ഉള്ളെന്ന് അവൻ നോവുന്നത് എന്റെ കർത്താവ് ഇന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ട്. പുറമേ കാണുന്നവർക്ക് മനോഹരമാണെങ്കിലും നിന്റെ ഉള്ളത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുക. തകർന്നു കിടക്കുന്ന ഉള്ളത്തെ, അവൻ ക്ഷീണിച്ച ഉള്ളത്തെ, തകർന്നു പോയ ഉള്ളത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് ജീവിപ്പിക്കുന്ന രാത്രിയോ. തുടങ്ങട്ടെ ചില കുടുംബങ്ങൾ ജീവൻ പ്രാപിച്ചു തുടങ്ങട്ടെ, ചില തലമുറകൾ ജീവൻ പ്രാപിച്ചു തുടങ്ങട്ടെ. ഓ റീമാന ശാന്താരാബ ലഹതരബ. ചില കുടുംബങ്ങൾ ദൈവാത്മാവ് തൊടുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ചലിക്കുകയാണ്, ദൈവാത്മാവ് ചലിക്കുകയാണ്. ഓ ജീവൻ പ്രാപിക്കുകയാണ്. Ramane hadal kanadi andhara labra ka shaba raka tarazi andharaba libro kori mana shaba rabalaha labaraka tarazi andori mana hataraba baba ramana hatarazi andharaba hataraba. അവൻ നിന്നെ മഞ്ചത്തിൽ തൊട്ടാ ഓ നിന്നെ കറക്കിയ ഒരു മേഖലയുണ്ട്. ഓ നിന്നെ പട്ടണത്തിന്റെ അകത്ത് കറക്കിയ മേഖലയുണ്ട്. നിന്നെ പട്ടണത്തിന്റെ അകത്ത് കറക്കിയ ഒരു മഞ്ചമുണ്ട്. ഇന്ന് രാത്രിയെ മഞ്ചത്തെ എന്റെ ദൈവാത്മാവ് പൊളിക്കുകയാണ്. നീ ഇനി അലയാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ അലഞ്ഞത് മതി. ഇനി നീ അലയാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഓ റബല ഷിയാൻധറസ. നീ യേശുവിനെ നോക്കിയാൽ നീ ജീവിക്കാനിടയാകും. ആമേൻ. കാരണം യേശു ജീവിപ്പിക്കുന്നവനാണ്. ആമേൻ. സങ്കീർത്തനം 119 അതിന്റെ 25-50 വാക്യങ്ങൾ അത് ഭയങ്കരമായിട്ട് അർത്ഥവത്തായ ഒരു വാക്യമാണ്. സങ്കീർത്തനം 119 25 എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അതിന്റെ 50-ാം വാക്യം ഇങ്ങനെയാണ്: നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നോക്കണം, വചനം ജീവിപ്പിക്കും. ഒന്ന് നമ്മൾ കണ്ടത് അമ്മേൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. 2 ആമേൻ ക്രൂശിൽ ഉയർന്നിരിക്കുന്ന യേശുവിനെ നോക്കുക. ആമേൻ. ആ യേശുവിന്റെ പ്രത്യേകത യേശു ജീവിപ്പിക്കുന്നതാണ്. ഇപ്പൊ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡ അവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ആ വചനമാണ് ക്രിസ്തു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 119-ാം സങ്കീർത്തനം 50-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് വചനമാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, ആ വചനത്തിന്റെ പ്രത്യേകത, ആ ക്രിസ്തുവിന്റെ പ്രത്യേകത അത് ജീവിപ്പിക്കുന്നതാണ്. വചനം ജീവിപ്പിക്കുന്നതാണ്. ആമേൻ. എഗസ്കേലിന്റെ പ്രവചനം ആമേൻ 37-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പ്രവാചകനെ ഒരു താഴ്വരക്കകത്ത് കൊണ്ട് നിർത്തിയിട്ട് ആമേൻ അവിടെ ആമേൻ അസ്ഥികളാണ് ഇരിക്കുന്നത്. വചനം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്: ഉണങ്ങിയ അസ്ഥികൾ, ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ. ആ ഉണങ്ങിയ അസ്ഥികൾക്ക് ആമേൻ നടുവിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു: ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞ മറുപടി നീ അറിയുന്നുവല്ലോ എന്നുള്ളതാണ്. അടുത്ത വാക്യം അത് ഭയങ്കരമാണ്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്: ആമേൻ, പ്രവചിക്ക, വചനം കേൾപ്പി.
ആമേൻ. അസ്ഥിയോട് പറയുക, അസ്ഥികളെ നിങ്ങൾ വചനം കേൾപ്പിനെന്ന് പറഞ്ഞ് അസ്ഥികളോട് പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങി. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു. ആമേൻ. വചനം ആ താഴ്വരയ്ക്കകത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോ ആമേൻ ഉണങ്ങിയ അസ്ഥികൾ ആമേൻ ത്വക്ക് വന്നു, മാംസം വന്നു. ആമേൻ 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 ഞരമ്പ് വന്നു. വിട്ടുപോയതെല്ലാം ആമേൻ ആ അസ്ഥിക്കകത്ത് പറ്റിക്കൂടി വന്നെങ്കിൽ ആ വചനത്തിന്റെ പ്രത്യേകത വചനം ജീവിപ്പിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ അവൻ വിട്ടുപോയ ചിലത് അവൻ നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് തിരികെ വരാൻ പോവുകയാണ്. വിട്ടുപോയ മാംസങ്ങൾ, വിട്ടുപോയ ആമേൻ ത്വക്കുകൾ, വിട്ടുപോയ ഞരമ്പുകൾ ആമേൻ ആമേൻ ഇന്ന് രാത്രി ദൈവാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. വിട്ടുപോയ ചില മണ്ഡലങ്ങൾ, വിട്ടുപോയ ചില മേഖലകൾ നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് അത് തിരികെ വരുന്ന രാത്രിയോ. ആമേൻ. ഉടങ്ങിയ അസ്ഥികളാണ്, ഒരു സാധ്യതയുമില്ല. ആമേൻ. വചനം പറഞ്ഞ് ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ, ഒരു സാധ്യതയും കൽപ്പിക്കാൻ കഴിയാത്ത അസ്ഥികൾ. ആ അസ്ഥികളെ നോക്കി ആമേൻ പ്രവാചകൻ വചനം പറയുകയാണ്. ആമേൻ. വചനം കേൾപ്പിരുന്ന അസ്ഥികളെ നോക്കി വിളിച്ചു പറയുമ്പോ ആമേൻ വിട്ടുപോയത് തിരികെ വന്നെങ്കിൽ ഇന്ന് രാത്രി വചനം